ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്സിൽ എങ്ങനെ വ്യൂ കൊണ്ടുവരാന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എൻ്റെ ചാനലിൽ ഈ ട്രിക്ക് യൂസ് ആക്കിയത് കൊണ്ട് എനിക്ക് നല്ലൊരു ഫലം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രിക്കല്ല, ഇതൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ എഡിറ്റിംഗ്, രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ അപ്ലോഡിങ്, മൂന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ടൈമിംഗ്. ഈ മൂന്ന് മെത്തേഡിലൂടെയും നിങ്ങൾക്ക് നിങ്ങളെ ഷോർട്സ് നല്ലൊരു രീതിക്ക് തന്നെ റീച്ച് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം തന്നെ എൻ്റെ ചാനലിൽ ഈ മൂന്ന് ട്രിക്ക് യൂസ് ചെയ്ത സമയം മുതലാണ് എനിക്ക് നല്ലൊരു ഗ്രോത്തിങ് തന്നെ എൻ്റെ യൂട്യൂബ് ഷോർട്സിന് കാണാൻ പറ്റിയത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ഒരു 90% പേര് ഷോർട്സിൽ വ്യൂ ഇല്ലാതെ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ വ്യൂ കൂട്ടാൻ പറ്റുമെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ ഈ വീഡിയോ എന്നെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് മെത്തേഡിലൂടെ നിങ്ങളെ ഷോർട്സിൽ നിങ്ങൾക്ക് വ്യൂ വരുത്താം. അപ്പോൾ നമുക്കിത് മൂന്നെണ്ണം എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ എഡിറ്റിംഗ്. എഡിറ്റിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ 12 to 42 സെക്കൻഡ് ആയിരിക്കണം. ഓക്കെ, 12 to 42 സെക്കൻഡ്. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം എനിക്ക് എൻ്റെ ചാനൽ 12 to 42 സെക്കൻഡിലെ ഷോർട്സിൽ നല്ല രീതിക്ക് തന്നെ ഗ്രോത്തിങ് ഉണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ പറയുന്നതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഡ്യൂറേഷൻ 12 to 42 സെക്കൻഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സൈസ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ ഉപയോഗിച്ച് നിൽക്കുന്നത് വെച്ചാൽ ഒരു സീക്രട്ട് സൈസാണ്. സീക്രട്ട് ആണോ എന്നറിയില്ല, എന്തായാലും ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് മെത്തേഡാണ് സൈസ്. അത് നമുക്ക് ഇവിടെ സ്ക്രീനിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ സെക്ഷനായ എഡിറ്റിംഗ് മെത്തേഡിൽ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കണ്ടന്റ് ഫ്രീ ഫയർ റിലേറ്റഡ് ആണ് ഞാൻ കണ്ടന്റ്. എല്ലാവരും 9:60 റേഷ്യോ ഇട്ടിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യല്. പക്ഷെ എനിക്ക് നേരെ തിരിച്ച് അങ്ങനെ ഇട്ടാൽ എൻ്റെ മനസ്സിനൊരു സംതൃപ്തി കിട്ടില്ല. ഞാൻ അതുകൊണ്ട് 1.1 4.5 റേഷ്യോ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എപ്പോഴും എഡിറ്റിങ് ചെയ്യല്. ബാക്കിയിൽ ട്രിക്ക് ഉണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്താണ് അപ്പം പോയിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് അങ്ങ് ഇടല്ല. അതിൻ്റെ ഫുൾ ട്രിക്ക് നിങ്ങൾ കാണുക. നെക്സ്റ്റ് സ്റ്റെപ്പ് പുതിയതായിട്ട് ഒരു ന്യൂ ക്രിയേറ്റ് ചെയ്യുക, അതിൽ ബ്ലാങ്ക് എടുത്തിടുക. അതിൻ്റെ സൈസ് നിങ്ങൾ 9:60 റേഷ്യോ ആക്കുക, 9:16 ഇടുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ ഡ്യൂറേഷൻ എത്രയാണോ അത്ര വലിച്ചു നീട്ടിയിട്ട് PIP ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ 1.1 4.5 എക്സ്പോർട്ട് ആക്കി വീഡിയോ എടുക്കുക. എന്നിട്ട് അത് ഇതിലിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്യുക, അല്ലെങ്കിൽ സൂം ഔട്ട് കുറക്കുക, എന്തും ചെയ്യാം. ഞാനിവിടെ നേരത്തെ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്തത് അതേപോലെ തന്നെ സാധനം ഇവിടെ വെക്കുമ്പോൾ നല്ലൊരു വൃത്തി, ഫൈനൽ ലുക്ക് പോകുമ്പോൾ നല്ല വൃത്തിയുണ്ട്. ഇതാണ് എൻ്റെ ഫൈനലി ലുക്ക്. നമ്മൾ വേണ്ട സ്ഥലത്തെന്ന് വെച്ചിട്ട് ആ ബ്ലാങ്ക് അങ്ങ് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വീഡിയോ ഒന്ന് നിങ്ങൾ 2 പ്രാവശ്യം ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനലി ലുക്ക് എൻ്റെ വീഡിയോന്. അങ്ങനെ ഇതിനെ എക്സ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യും, നെക്സ്റ്റ് അപ്ലോഡിങ് ആണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് മെത്തേഡിൽ നിങ്ങൾ നേരെ യൂട്യൂബ് കയറുക. എന്നിട്ട് ആ മുകളിലെ ഏഡ് സോങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ് ആഡ് ആക്കി കൊടുക്കുക. ഞാനിവിടെ ഏതെങ്കിലും ഒരു ഫോങ്ങാണ് ആഡ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ് അവിടെ സെലക്ട് ചെയ്യുക. കുറേ സോങ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങളെ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇതിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പ്രോസസ്സിംഗ് ആയി കാണും. അങ്ങനെ നമ്മൾ പ്രോസസ്സിംഗ് ആയ വീഡിയോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഓൺ വോയിസ് കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ വോയിസ് കൂട്ടിയിട്ടിട്ട് നമ്മൾ കൊടുത്ത ഫോങ് കുറച്ച് വെക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഏതുവരെ നിങ്ങളൊന്ന് സെറ്റാക്കി കൊടുക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഓക്കെ, ഈ പാർട്ടെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ. നമുക്ക് ഇവിടെ വീഡിയോന് ആവശ്യമായ ഒരു തംബ്നെയിൽ നിങ്ങളെ വീഡിയോയിൽ സെറ്റാക്കി വെക്കുക. അത് സെറ്റാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ എന്തായാലും ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാനൊരു ഇതിലൊരു മെയിൻ പാർട്ടായിട്ട് ഒരു സംഭവം അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ അവിടെ വെറുതെ സെലക്ട് ചെയ്താൽ ഇതേപോലെ നിങ്ങളെ ഷോർട്സിലെ ഒരു മെയിൻ പാർട്ട് അവിടെ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ഷോർട്സ് ഒരിക്കലും പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ അവിടെ അൺലിസ്റ്റഡ് ചെയ്യുക, അല്ലെ പ്രൈവറ്റ് ചെയ്യുക. ഞാനിവിടെ അൺലിസ്റ്റഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ പബ്ലിക് ആക്കി ഇത് ചെയ്യരുത്. ഓക്കെ, മെയിനായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ടൈറ്റിൽ ഞാനിവിടെ ഒരു സീക്രട്ട് ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ ഫസ്റ്റ് ഒരു ഇമോജി ചെയ്യുന്നുണ്ട്. ഇവിടെ ആവശ്യമുള്ള ഒരു ഇമോജി. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷോർട്സ് വൈറലാകുന്നതിൽ ഇമോജിക്ക് നല്ലൊരു പങ്ക് തന്നെയുണ്ട്. ഇനി നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഇമോജി ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 10 കില്ല എടുത്തു എന്നുള്ള ഒരു ക്യാപ്ഷൻ ഇട്ട. അപ്പോൾ അവിടെ ഒരു മാസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ഒരു തീൻ്റെ ഇട്ടെ. ഓക്കെ, അതിനുശേഷം ഒരു സെന്റൻസ് ചെയ്ത ശേഷം അവിടെ അനുയോജ്യമായ ഒരു ഇമോജി വെക്കുക. ഈ ഇമോജി വെക്കുന്നതെല്ലാം നിങ്ങളെ വീഡിയോന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം. ഒരു ഇമോഷണൽ പോലത്തെ ഇമോജി വെക്കുക. ഓക്കെ, പിന്നീട് നമ്മളിവിടെ ഓഡിയൻസിൽ ഇറ്റ്സ് നോട്ട് മെയ്ഡ് കിഡ്സിനാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ നേരെ YT സ്റ്റുഡിയോ കയറിയിട്ടുണ്ട്. അത് അപ്ലോഡ് ആവുന്നുണ്ട്, പക്ഷെ അൺലിസ്റ്റഡ് ആണ്. ഓക്കെ, പബ്ലിക് അല്ല. ഇനി ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് മാക്സിമം ഇവിടെ നിങ്ങളെ കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുക. ഓക്കെ, അതിനായി ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഞാൻ ഇവിടെ ട്രിക്ക് കാണിക്കുന്നത്. നിങ്ങളെ ക്യാപ്ഷൻ കോപ്പി ചെയ്യുക, എന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് ഡിസ്ക്രിപ്ഷൻ ജനറേറ്റർ എന്ന് എഴുതിയാൽ ഈ ഒരു സൈറ്റ് ഉണ്ടാവും. അവിടെ കയറ്റി നിങ്ങളുടെ ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ
ഫ്രീ ഫയർ എന്നിട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഫ്രീ ഫയർ കണ്ടന്റ് ആയതുകൊണ്ട് അങ്ങനെ ഇടും. നിങ്ങളിപ്പോൾ വ്ളോഗാണ്, വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ ഇഷ്ടം പോലെ ഇടും. അത് എന്നിട്ട് ഇവിടെ കുറേ സാധനങ്ങൾ വരും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി അവിടെ കോപ്പി ചെയ്ത് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാനിവിടെ ടൈപ്പ് എന്ന് പോലെ നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ ഹലോ ഗൈസ് ഇറ്റ്സ് മീ ടാറ്റു ലൈവ് FF എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ നെയിം എന്താണ് നിങ്ങൾ അത് എങ്ങനെ കൊടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ആ കോപ്പി ചെയ്ത സാധനം അവിടെ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഏറ്റവും താങ്ക്സ് ഫോർ വാച്ചിങ്, അതിപ്പോൾ ഒരാൾ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ അവർക്കതൊരു ഒരു ഇഷ്ടമാവുമല്ലോ കാണുമ്പോൾ തന്നെ. അതിന് വേണ്ടി നമ്മൾ താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന് കൊടുക്കുക. പിന്നെ കുറേ പേര് ഡിസ്ക്രിപ്ഷനിൽ #ടാഗ് വെക്കുന്ന കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ #ടാഗ് വെക്കുന്നതിൽ യാതൊരുവിധ കാര്യമില്ല. അതിനുശേഷം നിങ്ങളുടെ കണ്ടന്റ് ഏതാണോ അതിലൊരു പോപ്പുലർ 2 യൂട്യൂബേഴ്സിൻ്റെ നെയിമും കൂടി ഒന്നാടാ ടാഗ് ചെയ്ത് വെച്ചാടി. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഫ്രീ ഫയർ ആയതുകൊണ്ട് ഫ്രീ ഫയറിലെ പോപ്പുലർ 2 യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ ഞാൻ അവിടെ ഒന്ന് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ചെറുങ്ങനെ വ്യൂസ് എവിടുന്ന് കിട്ടുന്നുണ്ട് കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെയാണ് ടാഗ് സെക്ഷൻ. ടാഗിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്, കാരണം ടാഗ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം വീഡിയോ വൈറലാവുന്നതിൽ ലോജിക്കില്ല. വേണേൽ നിങ്ങൾ നിങ്ങളെ കണ്ടന്റ് എന്താണ് അതിനെപ്പറ്റി ഒരു 2-3 ടാഗ് അവിടെ കൊടുത്താളി. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ ഗെയിമിംഗ് കാറ്റഗറി ആയിട്ട് ഞാൻ ഗെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈക്ക് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കൊടുത്ത ശേഷം നേരെ പോയിട്ട് പബ്ലിക് ആക്കിയിട്ട് സേവ് അടിക്കാതെ ഇരിക്കുക. അൺലിസ്റ്റഡ് തന്നെ ഇതൊക്കെ കൊടുത്തിട്ട് സേവ് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ കയറിയിട്ട് അത് പബ്ലിക് ആക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് 14 മിനിറ്റിന് ശേഷമാണ് കയറിയിട്ട് പബ്ലിക് ആക്കുന്നത്. അത് കുറച്ച് ടൈം വൈകിപ്പോയതാണ്. നിങ്ങളൊരു 8 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ പബ്ലിക് ആക്കി വെച്ചാൽ ഇതാ നമ്മളുടെ അൺലിസ്റ്റ് നിന്ന് പബ്ലിക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പോകുന്നത് ടൈമിംഗ് ആണ്. ടൈം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും അറിയാം സ്കൂൾ തുറന്നൊരു സംഭവമാണ്. ഓക്കെ, എല്ലാവർക്കും സ്കൂൾ ഓപ്പൺ ആയി. അപ്പോൾ ഈ നിങ്ങൾ എന്നെ നിങ്ങൾ ലോജിക്കലായില്ലല്ലോ ചോദിച്ചു നോക്കുക. രാവിലെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണുന്ന എല്ലാവരും ഒരു സ്റ്റുഡൻസ് ആ ടൈപ്പ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ സമയം വീഡിയോ കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾ അവിടെയാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. എൻ്റെ അഭിപ്രായം വെച്ച് ശനിയും ഞായറും, ആദ്യം നമുക്ക് ശനിയും ഞായറുള്ള കാര്യം നോക്കാം. ശനിയും ഞായറും ഉച്ചക്ക് 12 to 3 മണി വരെ നിങ്ങൾ ഷോർട്സോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങൾ രാത്രി 7 to 9 മുതൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. കാരണം ഈ സമയങ്ങളിലായിരിക്കും ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾ കൂടുതൽ എൻഗേജ്ഡ്. കാരണം വീഡിയോസ് കാണുന്ന പലരും നിങ്ങളിപ്പോൾ ഓരോ കണ്ടന്റ് ആയിരിക്കും, ഓരോ കണ്ടന്റ് ഓരോ ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സമയത്തായിരിക്കും എൻഗേജിങ് കൂടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ശനി ഞായർ ഈ സമയങ്ങളിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് വെച്ചാൽ സ്കൂളിലെ ദിവസങ്ങൾ മൺഡേ ടു ഫ്രൈഡേ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ബെസ്റ്റ് ടൈമാണ് ഇത്. എനിക്ക് ഫലം ചെയ്തൊരു ടൈമാണ് ഞാനിവിടെ പറയുന്നത്. വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ ഇടയിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഇടാം. ഓക്കെ, വൈകിട്ട് 5 മണി to 9 മണി. ഓക്കെ, അതാകുമ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയം കൂടുതൽ ഓഡിയൻസ് എൻഗേജ് ആകുന്ന ഒരു സമയം ഈ ഡ്യൂറേഷൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ നിങ്ങൾ 5 മണി to 9 മണീൻ്റെ ഇടയിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇതാണ് എൻ്റെ ചാനൽ വർക്കൗട്ടായ എൻ്റെ ഇപ്പോൾ ഉള്ളൊരു ടൈം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളെ ചാനൽ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ ഷോർട്സിൽ വ്യൂസ് കൊണ്ടുവരും പല ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. കാരണം ഞാനും കുറേ ട്രിക്ക് മറ്റുള്ള ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രിക്കും അല്ല, ഒന്നുമല്ല, ഇതൊരു ചെറിയൊരു മെത്തേഡാണ്. എൻ്റെ ചാനലിൽ എനിക്ക് വർക്കൗട്ടായ ഒരു 3 ടൈപ്പ് മെത്തേഡ്. ഇത് നിങ്ങളെ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയൊരു മാറ്റം കാണാൻ പറ്റൂ. നിങ്ങളിത് ഒറ്റ ഷോർട്സിൽ മാത്രം ഇട്ടിട്ട് മാറ്റമില്ല ബ്രോ എന്ന് പറഞ്ഞ് വരാതെ ഒരു 3 ദിവസം നിങ്ങളിടുന്ന ഷോർട്സിൽ ഇതേ മെത്തേഡിൽ ഉപയോഗിച്ചൊന്ന് ഇടാൻ നോക്കുക. നല്ലൊരു ഗ്രോയിങ് ഉണ്ടാവും നിങ്ങൾക്ക് എന്തായാലും. എനിക്കിത് ഉപയോഗിച്ചാണ് എൻ്റെ ഷോർട്ട് ഫീൽഡിൽ നല്ലൊരു ഗ്രോയിങ് കിട്ടിയത്. ഓക്കെ, അവർക്ക് ഇത് ഉപയോഗിച്ചിട്ട് വ്യൂ ഗ്രോത്തിങ് ഉണ്ടാണെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെ നമ്മളെ ചാനലിലേക്ക് വ്യൂസ് കൊണ്ടുവരാൻ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റിൽ വേണമെന്നും ഈ വീഡിയോന് ഒരു 99 ലൈക്ക് ടാർഗറ്റാണ് ഞാൻ വെക്കുന്നത്. ഇത് രണ്ടും കംപ്ലീറ്റ് ആയി ഞാൻ ആ വീഡിയോ അയച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര സമയം കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പൊ ഇത്ര സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് അങ്ങ് വെച്ചേക്കട്ടാ.